ഒരുപക്ഷെ നമ്മൾ കയറി വരുമ്പോൾ കണ്ടത് നമ്മുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടിയുടെ പുരസ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ സ്നേഹം, ആ സ്നേഹം ഇപ്പോഴും ഈ അമ്മയ്ക്കും കുടുംബത്തിനും ലിനി സിസ്റ്ററുടെ മക്കൾക്കും ഒക്കെ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ വന്ന ആളുകളൊക്കെ ലിനി സിസ്റ്ററുടെ വീട് എന്ന് പറഞ്ഞ് വഴി ചോദിക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് സ്നേഹത്തോടെയാണ് അവർക്ക്. അവര് സ്നേഹം നല്ല ഇതായി. ഇവിടെ എല്ലാവർക്കും ലോകം മുഴുവൻ അവളെ ഭയങ്കര ആയിട്ടല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ടീച്ചർ അമ്മേന്റെ കാര്യത്തിൽ ഒരു വിഷമവും ഒരു സംശയവുമില്ല. അത് വിചാരിച്ചാല് നമ്മളിട്ട് ആരും സംശയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് ജയിക്കും എന്നുള്ള ഉറപ്പാണ്. അത് ജയ് മാത്രമല്ല, നല്ല ഭൂരിപക്ഷത്തോടെ അതാ ഓർക്കുന്നത്. എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് ഇത് മാത്രമേ നമ്മൾ ഓർക്കണ്ടു എന്നാ എൻ്റെ മനസ്സും പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയും. ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്തും ഇങ്ങനൊരു പ്രതിസന്ധി ഈ കുടുംബത്തിൽ വരുന്ന സമയത്തും ഒക്കെ ടീച്ചർ എത്രത്തോളം നിങ്ങളോട് അടുത്ത് ഇടപഴകിയിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ഈ സമയത്ത്? മറക്കില്ല നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അത് വെച്ചാൽ ടീച്ചറാണെന്ന് വെച്ചാൽ അന്ന് അവള് മെഡിക്കൽ കോളേജിലുള്ളപ്പോൾ ടീച്ചർ അവിടെ ആരോഗ്യവകുപ്പിലെ മന്ത്രിയായിരുന്നു. അന്ന് ടീച്ചറോടല്ലേ എല്ലാവരും ആദ്യം തന്നെ വിവരം അറിയിച്ചപ്പം തന്നെ ടീച്ചർ അവളെ മെഡിക്കൽ കോളേജിൽ വേറെ ഹോസ്പിറ്റലായിരുന്നു, ഇക്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് ടീച്ചർ പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ടീച്ചർ അവർക്ക് വേണ്ടിയിട്ട് പരമാവധി എല്ലാം ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ദൈവത്തിനൊരു നിശ്ചയില്ലേ, അതുകൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചെന്നാണ് ഞാൻ പറയുന്നത്. നോക്കായ്മയോ അല്ലെങ്കിൽ ശ്രദ്ധ വിടാഞ്ഞോ ഒന്നും കൊണ്ടുമല്ല. പിന്നെ എല്ലാ ശ്രദ്ധയും ടീച്ചർ അവൾക്ക് നല്ല രീതിയിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞേ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ വേണ്ടിയിട്ടും ഈ പ്രദേശത്ത് ആർക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമെന്നും ആർക്ക് പോലും ഒരാൾക്കൊരു ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമല്ലേ അമ്മയെ കാണാൻ പറ്റിയത്? ഒരുപാട് സന്തോഷം. അമ്മയുടെ മോളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളെല്ലാവരും പെങ്ങന്മാരും നിങ്ങളെല്ലാവരും പെങ്ങളാ. ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം അമ്മയെ കണ്ടതിൽ. അപ്പം ഞങ്ങൾ ടീച്ചറെ കാണുമ്പോൾ അമ്മയെ കണ്ട കാര്യം ഉറപ്പായിട്ടും പറയും. ഇവിടെ വന്നു ടീച്ചറൊക്കെ അറിയാം. ഇവിടെ ടീച്ചർ മിഞ്ഞാന്ന് വന്ന് പോയപ്പോ നമുക്ക് പോകണം. പക്ഷെ ഒരു കാര്യം പറഞ്ഞു തന്നെ നമ്മൾ ഇവിടുന്ന് പോകണം. ഇത് തന്നെയാണ് വടകര മണ്ഡലത്തിലെ ഉറപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇതുപോലുള്ള മനുഷ്യരാണ്. അതെ, ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ടീച്ചർ ജയിച്ചു എന്ന് ഉറപ്പിച്ചു കഴിയുന്ന ആളുകളുണ്ട്. ടീച്ചറുടെ ജയത്തിന് വടകരയിൽ ഇറങ്ങിയപ്പോൾ വോട്ട് ചെയ്യുന്നതിന് മുൻപേ ടീച്ചർ ജയിച്ചു എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതെ, അങ്ങനെ ഒരു സൂചന ലഭിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ വോട്ട് ഓൺ വീൽസ് യാത്ര ഇന്ന് വടകര മണ്ഡലത്തിൽ തുടരുന്നത്.